إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്നതുപോലെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചു. നമ്മിൽ ഈമാനുള്ളവരും കാഫിറുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹുവല്ലദീ ഖലഖകും ഫമിൻകും കാഫിറുൻ വമിൻകും മുഅ്മിൻ വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു ആകുന്നു നിങ്ങളെ പടച്ചവൻ. ഫമിൻകും കാഫിർ വമിൻകും മുഅ്മിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ കാഫിറുകളുണ്ട്, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുമുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുകയാണ്, യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി ഫമിൻഹും ശഖിയ്യുൻ വ സഈദ്. ഖിയാമത്ത് നാളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വരും. റബ്ബിനോട് ആരും തന്നെ സംസാരിക്കുകയില്ല അവന്റെ അനുമതി പ്രകാരമല്ലാതെ. എന്നാൽ ആ ജനങ്ങളിലോ ഫമിൻഹും ശഖിയ്യുൻ വ സഈദ്, സൗഭാഗ്യവാന്മാരും ദൗർഭാഗ്യവാന്മാരും ആ ജനങ്ങളിൽ ഉണ്ടാകും. എന്നാൽ ആ സൗഭാഗ്യവാന്മാർ ഫഅമ്മല്ലദീന സുഇദൂ ഫഫിൽ ജന്ന, ആ കൂട്ടം ആളുകളാകുന്നു സ്വർഗ്ഗത്തിന്റെ അവകാശികൾ, അവരാകുന്നു സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ട ആളുകൾ. ഖാലിദീന ഫീഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർദ്. അതുപോലെ തന്നെ നരകക്കാരെ കുറിച്ച് പറയുകയാണ്, അവരാകുന്നു ദൗർഭാഗ്യവാന്മാർ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, എന്നാൽ ഒരു മുഅ്മിൻ സൗഭാഗ്യത്തെ കാണുന്നത് പോലെയല്ല കാഫിറുകൾ കാണുന്നത്. ഒരു കവി പാടിയതുപോലെ ആ കവി പറയുകയാണ്, ലഅംറുക മസ്സഅദതു ജംഅ മാലിൻ വലാകിന്ന അസ്സഈദ ഹുവ അത്തഖിയ്യു വതഖ്വല്ലാഹി ഖൈറുസ് സാദി സുഖ്റ വഇൻദല്ലാഹി ലിൽ അത്ഖാ മസീദു. അദ്ദേഹം പറയുകയാണ്, മസ്സഅദതു ജംഅ മാൽ, ധാരാളം സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നതല്ല, സമ്പത്തുകൾ ശേഖരിക്കുന്നതല്ല സആദത്ത്, സൗഭാഗ്യം. വലാകിന്ന അസ്സഈദ ഹുവ അത്തഖിയ്യു, എന്നാൽ സൗഭാഗ്യവാൻ അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാകുന്നു സൗഭാഗ്യവാൻ എന്ന് ഇദ്ദേഹം പറയുകയാണ്. വതഖ്വല്ലാഹി ഖൈറുസ് സാദി സുഖ്റ, ശേഖരിച്ച് ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും നല്ല പാതയം അത് അല്ലാഹുവിന്റെ തഖ്വയാകുന്നു, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാകുന്നു ഏറ്റവും നല്ല സാദ് പാതയം. വഇൻദല്ലാഹി ലിൽ അത്ഖാ മസീദു, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, അല്ലാഹുവിനെ തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നല്ല കാര്യം ഏറ്റവും വർധനവോടുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് ഇദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥ സൗഭാഗ്യം? ആ സൗഭാഗ്യത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. കിതാബിന്റെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുകയാണ്, 3 കാര്യങ്ങളാകുന്നു സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനം. സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനം ഈ 3 കാര്യങ്ങളിലാണ്. എന്താണ് പറയുന്നത്? ഇദാ ഉഅ്തിയ ശകർ വഇദാ ഇബ്തുലിയ സബർ വഇദാ അസ്നബ ഇസ്തഗ്ഫർ.
വല്ല കാര്യവും നൽകപ്പെട്ടാൽ അവൻ ശുക്ർ ചെയ്യും, അള്ളാഹുവിൽ ശുക്ർ ചെയ്ത് മടങ്ങും. വൈദബ്തുലിയ വല്ല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ സബർ അവൻ ക്ഷമിക്കുകയും ചെയ്യും. വഇദാ അദ്നബ ഇസ്തഗ്ഫർ അവനിൽ വല്ല പാപങ്ങളും ഉണ്ടായാൽ, തെറ്റ് ചെയ്തു പോയാൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. ഈ 3 കാര്യങ്ങളാകുന്നു സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. അതിലെ ഒന്നാമത്തേതാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നിരന്തരം ശാക്കിറായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വിധേയനായിക്കൊണ്ട് ജീവിക്കുക എന്നൊരു കാര്യം. അള്ളാഹുവിന് ഏത് രൂപത്തിലാണ് നാം ശുക്ർ ചെയ്യേണ്ടത്? ആദ്യമായി ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം ലഭിച്ചാൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എന്നൊരു ബോധം, ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. രണ്ടാമതായിക്കൊണ്ട് അത് അള്ളാഹുവിന് നാവ് കൊണ്ട് നാം ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാഹ് എന്ന പദങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാവിൽ ഉണ്ടാകണം. മൂന്നാമതായിക്കൊണ്ട് ആ നിഅമത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റബ്ബിലേക്ക് അടുക്കാൻ നാം അങ്ങേയറ്റം ശ്രമിക്കണം. ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. അതാ താബിഈ പണ്ഡിതനായ സലമത്ത് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, കുല്ലു നിഅമത്തിൻ ലാ യുഖർരിബുക ഇലല്ലാഹി ഫഹിയ ബലിയ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാത്ത ഏതൊരു നിഅമത്തുണ്ടോ, ഏതൊരു അനുഗ്രഹമുണ്ടോ അത് പരീക്ഷണമാണ്. നീ മനസ്സിലാക്കിക്കൊള്ളുക, നിനക്ക് ധാരാളം സമ്പത്ത് ലഭിച്ചു, ഈ ഒരു സമ്പത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നിനക്ക് അടുക്കാൻ സാധിക്കുന്നില്ലയോ, അതൊരു പരീക്ഷണമാണ്. നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നോട് ചോദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നൊരു കാര്യം നീ മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഇൻ ശകർതും നിങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ലഅസീദന്നകും നാം അത് വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. വലഇൻ കഫർതും എന്നാൽ നിങ്ങൾ അത് നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ വലാകിന്ന ഇന്ന അദാബി ലശദീദ് എന്റെ ശിക്ഷ അതീവ കഠിനമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഖൗമിനോട് പറഞ്ഞൊരു കാര്യം പറയുകയാണ്, ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർദി ജമീഅ. നിങ്ങളും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഖൗമിനോട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നിഷേധിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് യാതൊരുവിധ കുറവുകളും വരാനില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ധന്യനാണ്. നിങ്ങളുടെ ഈ ഇബാദത്തുകൾ കൊണ്ടൊന്നും അള്ളാഹുവിന് യാതൊരു കാര്യവും കൂടാനില്ല എന്നൊരു കാര്യം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഖൗമിനോട് പറയുകയാണ്. ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് അൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ദുനിയാവിൽ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തില്ല എങ്കിൽ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹത്തെ ഇല്ലാതാക്കും. അതുമാത്രമല്ല പരലോകത്ത് വമ്പിച്ച ശിക്ഷയും നൽകുന്നതാണ്. അദ്ദേഹം അതിനുശേഷം മുസ്നദിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു യാചകൻ വരികയാണ്. അപ്പോൾ ആ യാചകന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തമ്ര, ഒരു ഈത്തപ്പഴം നൽകുകയുണ്ടായി. ഫലം യഖുദ്ഹാ ഔ വഹിശ ബിഹാ. ആ യാചകൻ ആ ഈത്തപ്പഴം, ഈ ചെറിയ ഈത്തപ്പഴമാണോ എനിക്ക് നൽകിയത് എന്നൊരു ഭാവത്തിൽ യാചകൻ അത് എടുക്കാതെയോ അല്ലെങ്കിൽ അത് വിളിച്ചു എറിഞ്ഞുകൊണ്ടോ ഈ യാചകൻ പോവുകയുണ്ടായി. പിന്നീട് അതിനുശേഷം വഅതാഹു ആഖർ, മറ്റൊരു യാചകൻ വന്നു. ഫഅമറ ലഹു ബിതംറ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ യാചകൻ ഒരു തംറ കൊടുക്കൂ, ഈത്തപ്പഴം കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ യാചകൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് തംറത്തുൻ മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്ന ഈത്തപ്പഴമോ എന്ന് വളരെ അത്ഭുതത്തോടുകൂടി ഈ യാചകൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടായ അടിമ സ്ത്രീയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ഹബി ഇലാ ഉമ്മി സലമ. ഉമ്മു സലമയുടെ അടുക്കലേക്ക് താങ്കൾ പോവുക. ഫഅതീഹിൽ 40 ദിർഹമ അല്ലതി ഇൻദഹാ. ഉമ്മു സലമയുടെ അടുക്കലുള്ള 40 ദിർഹം അത് ഈ യാചകന് കൊടുത്തുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശുക്ർ ചെയ്യുന്നതിൽ പെട്ടതാണ് ജനങ്ങൾക്കും ശുക്ർ നൽകുക. വല്ല നിഅമത്ത് വല്ല കാര്യങ്ങളും ജനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശുക്ർ ചെയ്യുന്നതിൽ പെട്ടതാണ് അവർക്കും ശുക്ർ ചെയ്യുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
ലാ യശ്കുരില്ലാഹ് മൻ ലാ യശ്കുരിന്നാസ്. ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്ത ആളുകൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാം. മറ്റൊരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ. യാതൊരുവൻ ആരെങ്കിലും നിനക്കൊരു അനുഗ്രഹം നൽകിയാൽ, നിനക്കൊരു സഹായം ചെയ്തു തന്നാൽ, ഫകാഫിഉ, അതിന് പകരമായി കൊണ്ടൊരു കാര്യം ചെയ്യുക, നിനക്ക് സാധിക്കുന്ന രൂപത്തിൽ. فإن لم تجدوا ما تكافئوه فادعوا له حتى تروا أنكم قد كافأتموه. എന്നാൽ നിനക്ക് അദ്ദേഹം തന്നതുപോലെ തിരിച്ചു നൽകാൻ സാധിച്ചില്ല എങ്കിൽ നീ അവന് വേണ്ടി ദുആ ചെയ്യുക. അവൻക്ക് എത്രത്തോളം എന്നാൽ അവൻക്ക് പ്രത്യുപകാരമായി നൽകിയെന്ന് തോന്നും വരെ നീ അവന് വേണ്ടി ദുആ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, ആരും കാണാത്ത സാഹചര്യത്തിൽ നമ്മുടെ സഹോദരന് വേണ്ടി ദുആ ചെയ്താൽ ഒരു മലക്ക്, അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും, ആമീൻ വലക ബിമിസ്ലി, അതെ നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്ന് മലക്ക് പറയുന്നതാണ്. സഹോദരങ്ങളെ, അപ്പോൾ ജനങ്ങൾ നമുക്കൊരു നന്ദി ചെയ്താൽ, വലിയൊരു കാര്യം നൽകിയാൽ ജനങ്ങൾക്കും നാം നന്ദി കാണിക്കാൻ നാം അങ്ങേയറ്റം ശ്രമിക്കേണ്ടതുണ്ട്. ഇതാകും സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നാം മനസ്സിലാക്കണം, ഏതൊരു അനുഗ്രഹവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു പറയുകയാണ്, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഏതൊരു അനുഗ്രഹമുണ്ടോ അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വലുപ്പം മനസ്സിലാക്കണമെങ്കിൽ അതാ താബിഈ പണ്ഡിതനായ ബക്കർ ഇബ്നു അബ്ദുല്ലാഹ് അൽ-മുസനി റഹിമഹുല്ലാഹ് പറയുകയാണ്, യാ ഇബ്ന ആദം ഇദാ അറദ്ത തഅലം ഖദ്റ മാ അൻഅമ അല്ലാഹു അലൈക ഫഅഗ്മിദ് ഐനൈക. റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വലുപ്പം അത് നിനക്കറിയണമെങ്കിൽ ഫഅഗ്മിദ് ഐനൈക, നിന്റെ കണ്ണു നടക്കുക. ആ കണ്ണു നടച്ചാൽ നിനക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നിനക്ക് മറ്റു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഈ ഒരു കാര്യം, ഈ ഒരു ബോധം നിനക്കുണ്ടാകണം. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശുക്റിലായിക്കൊണ്ട് ജീവിക്കുക. അതിന്റെ നേട്ടം, ശുക്റിലായി കഴിഞ്ഞാൽ അതിന്റെ നേട്ടവും, ഇല്ലാതായി കഴിഞ്ഞാൽ അതിന്റെ കോട്ടവും ഒക്കെ നമുക്ക് തന്നെയാണ് വരാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞില്ലേ, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും. നിങ്ങളുടെ മനുഷ്യരും ജിന്നും അവലും, ആദ്യത്തെ ആളും അവസാനത്തെ ആളും എല്ലാവരും തന്നെ കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, എല്ലാവരും നല്ല തഖ്വയുള്ള ഹൃദയമുള്ള ആളാണെങ്കിലും മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈആ, എന്റെ ആധിപത്യത്തിൽ അത് യാതൊരു വർധനവും ഉണ്ടാക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും. നിങ്ങളുടെ ജിന്നും മനുഷ്യരും ആദ്യത്തെ ആളും അവസാനത്തെ ആളും അങ്ങേയറ്റം തെമ്മാടിയായ അവസ്ഥയിലാണെങ്കിലും മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈആ, എന്റെ ആധിപത്യത്തിൽ നിന്ന് ഒന്നും തന്നെ കുറയാനുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുന്നതായി നമുക്ക് കാണാം. ഈ അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്താൻ നാം നിരന്തരം റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ശുക്ർ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, ലാ സവാല ലിനിഅമത്തിൻ ഇദാ ശകർ, നീ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിന്റെ അനുഗ്രഹം അതുപോലെ ഉണ്ടാകും. വലാ ബഖാ ലിനിഅമത്തിൻ ഇദാ കഫർ, എന്നാൽ ആ നൽകിയ അനുഗ്രഹത്തെ നിഷേധിച്ച് തള്ളുകയാണെങ്കിൽ, ഹറാമായ രൂപത്തിലാണ് നീ ഉപയോഗിക്കുന്നതെങ്കിൽ, വലാ ബഖാ, അതിന് ബാക്കിയില്ല എന്ന് മുൻഗാമികൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ അനുഗ്രഹങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ നമ്മോട് ചോദ്യം ചോദിക്കുന്നതാണ്. ഈ ഒരു ബോധ്യം കൂടി നമുക്കുണ്ടാകണം. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഖിയാമത്ത് നാളിൽ ഈ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, അയ്യുൻ നഈമി നുസ്അലു അൻ ഇന്നമാ ഹുവൽ അസ്വദാൻ. ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് റസൂലേ താങ്കൾ ഈ പറയുന്നത്? അതാ ഞങ്ങളിതാ പട്ടിണി പാവങ്ങളാണ്, ഭക്ഷണമില്ല, എന്നിട്ടും ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്? ഞങ്ങളുടെ കയ്യിലുള്ള ഈത്തപ്പഴവും വെള്ളവും മാത്രമാണ്. എന്നിരിക്കെ ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് നാളെ റബ്ബ് നമ്മോട് ചോദിക്കുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അമാ ഇന്നഹു സയകൂൻ, അതെ ആ ഒരു കാര്യം തന്നെ റബ്ബ് നിങ്ങളോട് ചോദിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുയെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുയെയും വഴിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സഅ, ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുകളും, രാത്രിയിൽ നിങ്ങൾ രണ്ടാളുകളും ഏതൊരു കാര്യത്തിനാണ് നിങ്ങൾ പുറത്തിറങ്ങിയത്?
അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹും പറയുകയാണ്, ഖാല അൽ-ജൂ', റസൂലേ വിശപ്പാണ് റസൂലേ, വിശന്നിട്ടാണ് നിങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതെ, നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇറങ്ങിയത്, ആ ഒരു കാര്യം തന്നെയാണ് ഞാനും ഇറങ്ങിയത്, എനിക്കും വിശപ്പാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒരു അൻസാരിയായ സഹാബിയായ ഒരാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദി, എന്റെ നഫ്സ് ആരുടെ കയ്യിൽ തന്നെയാണ് സത്യം, ലതുസ്അലുന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ ഒരു അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ', വിശപ്പ് കൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും ثم لن ترجعوا حتى أصابكم هذا النعيم, ഈ ഒരു അനുഗ്രഹം ലഭിക്കുന്നത് വരെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നില്ല എന്നൊരു അനുഗ്രഹത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയത്. ദീനിലും ദുനിയാവിലുമായിക്കൊണ്ട് അനേകം നിഅമത്തുകൾ ചൊരിഞ്ഞ റബ്ബ് സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥ രൂപത്തിൽ ശുക്ർ ചെയ്ത് ജീവിക്കുന്നുണ്ടോ എന്നൊരു കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്നെന്നും ഷാക്കിറായിക്കൊണ്ട് ശുക്ർ ചെയ്യുന്ന നല്ല നന്ദിയുള്ള അടിമയായിക്കൊണ്ട് ജീവിക്കാൻ നാം അങ്ങേറ്റം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ശഅനന അല്ലദീ ഹുവ ഇസ്മതു അംരിനാ, അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനന അല്ലദീ ഫീഹാ മആദുനാ, അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ആഖിറതന അല്ലദീ ഫീഹാ മആദുനാ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده. സഹോദരങ്ങളെ, സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനമായ അള്ളാഹുവിനുള്ള ശുക്ർ ചെയ്യുക എന്നതിന് ശേഷം പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം, ഇദബ്തുലിയ സബർ, പരീക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ക്ഷമ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായ അവന്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ് തന്റെ അടിമകളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നത് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ, ജനങ്ങളിൽ ഏറ്റവും പരീക്ഷണം ഉണ്ടാകുന്നത് അവർ നബിമാരാണ്. സുമ്മൽ അംസൽ ഫൽ അംസൽ, അതിനുശേഷം അവർ പോലെയുള്ള ഈമാനിൽ മുന്നേറിയ ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പരീക്ഷണം നൽകുക. നമുക്കറിയാം, അതാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം മക്കൾക്കും അതുപോലെ തന്നെ ധാരാളം സമ്പത്തിനും വേണ്ടി ദുആ ചെയ്ത സഹാബി. ഇദ്ദേഹം പറയുകയാണ്, എന്റെ ഈ കൈകൾ കൊണ്ട് ഏകദേശം 100-ലേറെ മക്കളെ അല്ലെങ്കിൽ എന്റെ പേരമക്കളെ എല്ലാവരും കൂട്ടിക്കൊണ്ട് ഇത്രയും പേരെ ഞാൻ ദഫൻ ചെയ്തിട്ടുണ്ട്, ഖബറടക്കിയിട്ടുണ്ട് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ പരീക്ഷണം എന്നതൊരിക്കലും ദൗർഭാഗ്യത്തിന്റെ ലക്ഷണമല്ല. എന്നാൽ എപ്പോഴാണ് ദൗർഭാഗ്യമാകുന്നത്? പരീക്ഷണങ്ങൾ വരുമ്പോൾ സബർ ചെയ്യാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു ഒരു കൂട്ടം ആളുകൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ യുസൈബു മിൻ, അവനെ പരീക്ഷിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. അവസാനം അവൻ സബർ ചെയ്യുന്നുണ്ടോ എന്നൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വീക്ഷിക്കും. അങ്ങനെ ആ സബർ കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലവും നൽകുന്നതാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വലനബുൽവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അതെ, ചില കാര്യങ്ങൾ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ കൂട്ടം ആളുകൾ എന്താണ് ചെയ്യുക? അല്ലദീന ഇദാ അസാബത്ഹും മുസീബ, വല്ല പ്രയാസവും വന്നാൽ അവർ പറയും, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെ, ഞങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവനാണ്, അതെ അല്ലാഹുവിലേക്ക് നാം മടങ്ങിപ്പോകേണ്ട ആളുകളാണ് എന്നൊരു ബോധമുള്ള ആളുകളാണ് ആ കൂട്ടം ആളുകൾ. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ആ കൂട്ടം ആളുകൾക്കാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉള്ളത്, അവരാകുന്നു ഹിദായത്തിലായ ആളുകൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഈ സബർ എന്നുള്ളത്, ക്ഷമ എന്നുള്ളത്, പരീക്ഷണ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ക്ഷമ, അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു നിധിയാണ്. അത് അൽ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, അസ്സബ്റു കൻസും മിൻ കുനൂസിൽ ഖൈർ ലാ യുഅതീഹി അല്ലാഹു ഇല്ലാ ലിഅബ്ദിൻ കരീമിൻ അലൈഹി ഇൻദഹു. സബർ എന്നുള്ളത്, ക്ഷമ എന്നുള്ളത് നന്മയുടെ നിധികളിൽപ്പെട്ട ഒരു നിധിയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് മാത്രമേ ഈ ഒരു നിധി നൽകുകയുള്ളൂ.
ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലാണ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ യാത്രയിൽ വെച്ച് അദ്ദേഹത്തിന് ചില വാർത്തകൾ വരികയാണ്, ചില വിവരങ്ങൾ വരികയാണ്. നാട്ടിൽ ചില കുടുംബങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യങ്ങൾ വന്നപ്പോൾ അവിടുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? ഫസല്ല റകഅതൈൻ ثم قال فعلنا ما امرنا الله. എന്നിട്ട് അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യം നാം ചെയ്തിരിക്കുന്നു. എന്താണ് അല്ലാഹു കൽപ്പിച്ചത്? വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിസ്കാരം കൊണ്ടും സബർ കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് സബർ എന്നത്? സബർ എന്നതിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഹബ്സുൻ നഫ്സി അൻ ജസഅ, അങ്ങേറ്റം വേവലാതി അല്ലെങ്കിൽ വെപ്രാളം ഉണ്ടാകുന്നതിൽ നിന്ന് തന്റെ നഫ്സിനെ പിടിച്ചു വെക്കുക. വൽലിസാനി അനി ശക്വ, ആളുകളോട് വേവലാതി ആവലാതി പറയുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക. എത്രത്തോളം എന്നാൽ ഒരിക്കൽ അൽ-ഇമാം അൽ-ഹസൻ അൽ-ബസ്രി റഹിമഹുല്ലാ ഒരാൾ തന്റെ പ്രയാസങ്ങൾ ജനങ്ങളിലേക്ക് പറയുന്ന ഒരാളെ കണ്ടപ്പോൾ ഇമാം ഹസൻ അൽ-ബസ്രി റഹിമഹുല്ലാ പറയുകയാണ്, യാ ഹാദാ തശ്കൂ മൻ യർഹമുക ഇലാ മൻ ലാ യർഹമുക. അല്ലാഹുവിനെ വിട്ടുകൊണ്ട്, നിനക്ക് റഹ്മത്ത് ചൊരിയുന്ന അല്ലാഹുവിനെ വിട്ടുകൊണ്ട് നീ നിനക്ക് റഹ്മത്ത് ചൊരിയാത്ത പടപ്പുകളിലേക്ക് നീ തിരികുകയാണോ എന്ന് അൽ-ഇമാം അൽ-ഹസൻ അൽ-ബസ്രി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, അപ്പോൾ സബറിന്റെ ഒരു പ്രധാന കാര്യത്തിൽപ്പെട്ടതാണ് നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹുവിൽ അർപ്പിക്കുക എന്നൊരു കാര്യം. അതുപോലെ തന്നെയാണ് വൽ ജവാരിഹി അൻ ഫിഅലിൽ മുഹറം. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇനി എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് ഹറാമുകൾ ചെയ്യുന്ന ആളുകളോട് ഇദ്ദേഹം പറയുകയാണ്, വൽ ജവാരിഹി അൻ ഫിഅലിൽ മുഹറം. ഹറാമുകളിൽ നിന്ന് തന്റെ അവയവങ്ങളെ പിടിച്ചു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്, അല്ലേ? അതാ ഇഹ്റാമിലായി ആയിരിക്കെ വേട്ടയാടാൻ പാടില്ല എന്ന് പഠിപ്പിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണമായിക്കൊണ്ട് സഹാബത്തിന്റെ ഇടയിൽ വേട്ടമൃഗങ്ങളെ അയച്ചുവിടുകയാണ്. എന്തിനാണ്? അപ്പോൾ സഹാബത്ത് പറയുകയാണ്, നമ്മുടെ കൈകൾ നീട്ടിയാൽ നമുക്കിതാ ഈ വേട്ടമൃഗങ്ങൾ ലഭിക്കും, അത്രയും അടുത്തു തന്നെ ഈ വേട്ടമൃഗങ്ങളുണ്ട്. അള്ളാഹു അവിടെ പറയുകയാണ്, ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. ആരും കാണാത്ത സാഹചര്യത്തിൽ, ആരോരുമില്ലാത്ത സാഹചര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ട് എന്നൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ വേണ്ടിയാകുന്നു ഈ ഒരു കാര്യമൊക്കെ ചെയ്തത്. സഹോദരങ്ങളെ, ഏതൊരു പരീക്ഷണം വന്നാലും ഇത് അള്ളാഹു നമുക്ക് പരീക്ഷണമായിക്കൊണ്ട് അള്ളാഹു നമ്മെ പരലോകത്തേക്ക് വിജയിപ്പിക്കാൻ വേണ്ടി നൽകുന്നതാണ്. അതിൽ സബർ ചെയ്യാൻ വേണ്ടി നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന മൂന്നാമത്തെ ഒരു കാര്യമാണ്, സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനമായ മറ്റൊരു കാര്യം കൂടിയാണ്, ഇദാ അദ്നബ വസ്തഗ്ഫർ. പാപങ്ങൾ പെട്ടുപോയാൽ, പാപങ്ങൾ ചെയ്തു പോയാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക എന്നത്. കാരണം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു ബനി ആദമ ഖത്താ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. ആദമിന്റെ പുത്രൻ എല്ലാവരും തന്നെ തെറ്റ് ചെയ്യുന്നവരാണ്. വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. എന്നാൽ ഈ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ്? അത്തവ്വാബൂൻ. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന അടിമകളാണ്, അവരാകുന്ന ഏറ്റവും നല്ല ആളുകൾ എന്ന് റബ്ബ് സുബ്ഹാനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. റബ്ബിലേക്കുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മുന്നേറുക. വജന്നത്തിൻ, അതുപോലെ തന്നെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് മുന്നേറുക. ആ സ്വർഗ്ഗം ലഭിക്കുന്ന ആളുകളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൽ മുത്തഖൂൻ, തഖ്വ പാലിക്കുന്ന ആളുകളാണ്. ആ തഖ്വ പാലിക്കുന്ന ആളുകളുടെ വിശേഷണം തുടർന്നുള്ള ആയത്തുകൾ പറഞ്ഞപ്പോൾ റബ്ബ് പറയുകയാണ്, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, വല്ല തിന്മകളും പെട്ടുപോയാൽ, ഔ വലമു അൻഫുസഹും ദക്കറുല്ലാഹ്, അങ്ങനെ തിന്മകൾ ചെയ്തു പോയാൽ അള്ളാഹുവിനെ ഓർക്കും, വസ്തഗ്ഫറു ലിദുനൂബിഹിം, അപ്പോൾ തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങും. ആ കൂട്ടം ആളുകളാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം വാഗ്ദാനം നൽകിയ ആളുകൾ. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഖുർആനിൽ നാം എടുത്തു നോക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നസ്രാനികളുടെ വിഷയങ്ങൾ ഇങ്ങനെ പറയുകയാണ്, സൂറത്തുൽ മാഇദയിലൂടെ പറയുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈസ ഇബ്നു മറിയമാണ് റബ്ബെന്നും ഈസ ഇബ്നു മറിയം അള്ളാഹുവിന്റെ പുത്രനാണെന്നും വാദിച്ച നസ്രാനികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഈ മോശമായ കാര്യങ്ങൾ പറഞ്ഞ നസ്രാനികളോട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കാൻ അങ്ങേയറ്റം ഇഷ്ടമാണ്. നാം തൗബ ചെയ്ത് മടങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഇമാം ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായി കാണാം, കുല്ലു ഹുസ്നിൻ യബ്ലാ ഇല്ലാ ഹുസ്ന അത്തായിബ്. തൗബ ചെയ്ത് മടങ്ങുന്നതിന്റെ
മടങ്ങുന്നവന്റെ ഹുസ്ൻ, അവന്റെ സങ്കടം, അതൊഴികെ ബാക്കിയുള്ള എല്ലാ സങ്കടങ്ങളും നശിക്കുന്നതാണ്. ആ ഒരു സങ്കടം മാത്രമേ ബാക്കിയാവുകയുള്ളൂ. വല്ല തിന്മകളും ചെയ്തു പോയാൽ, അറിഞ്ഞോ അറിയാതെയോ തിന്മ ചെയ്തു പോയാൽ അവൻ മനസ്സിലാക്കി, ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു നൽകേണ്ടതുണ്ട്, ഞാനതാ എന്റെ ഇരു കൈകളും അള്ളാഹുലേക്ക് ഉയർത്തിക്കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവെ എന്റെ പാപങ്ങൾ പുറത്തു നൽകണമേ എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ ബാക്കിയാകുന്നതാണ് സഹോദരങ്ങളെ. തൗബ ചെയ്യുക എന്നത് വൻ ഇബാദത്താണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പ്രതിഫലം നൽകുന്ന ഒരു ഇബാദത്താണ് എന്നൊരു കാര്യം കൂടി നാം മനസ്സിലാക്കുക. ഒരിക്കൽ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആൾ ആരാണ് എന്ന് സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, കുറെ നമസ്കരിച്ചു, കുറെ നോമ്പ് നോറ്റു, കുറെ ഹജ്ജ് ചെയ്തു എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറുപടി, റജുലുൻ ഇജ്തറഹ മിന ദുനൂബ്, ഒരു വ്യക്തി ധാരാളം പാപങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ഫകുല്ലമാ ദുകിറ ദുനൂബുഹു ഇഹ്തഖറ അമലു, അങ്ങനെ പാപത്തിന് ശേഷം തൗബ ചെയ്തതിനു ശേഷം അമലുകൾ മുന്നേറുകയാണിവർ. അങ്ങനെ അവസാനം എത്രത്തോളം എന്നാൽ അവന്റെ പാപങ്ങളെ കുറിച്ച് അവൻ ചിന്തിക്കുകയാണ്. ആ സമയത്തൊക്കെ അവന്റെ മനസ്സിൽ ചെയ്തുപോയ പാപങ്ങളുടെ വിഷയത്തിൽ ഖേദമാണ്, സങ്കടമാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചു പോയല്ലോ, ഈ ഒരു സങ്കടത്താൽ അവൻ ചെയ്ത അമലുകളൊക്കെ ചെറുതായി കാണും. ഇവനാകുന്നു അഅ്ബദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്നവൻ എന്ന് സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ അൽ ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, സ്വർഗം ലഭിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആരാണത്? ഇന്ന റജുല യുസ്നിബു ദംബ്, പാപം ചെയ്തൊരു വ്യക്തി, ഫലാ യൻസാ, ആ പാപത്തെ മറക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പാപമാണ്, അത് മറന്നു കളയുന്നില്ല, അവന്റെ ഓർമ്മയിലുണ്ട്. അവൻ ഓർത്തുകൊണ്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്. വമാ യസാലു മുതഖവ്വിഫൻ അലൈഹി, അങ്ങനെ നിരന്തരം അവന് ആ ഒരു പേടിയാണ് ചെയ്തുപോയ പാപം. എന്താണ് അതിന്റെ അവസ്ഥ? അള്ളാഹു എനിക്ക് പുറത്തു നൽകിയിട്ടുണ്ടോ? ഈ ഒരു ചിന്തയിലാണ് അവനുള്ളത്. ഹത്താ യദ്ഖുലൽ ജന്ന, അങ്ങനെ മരണം വരെ ഇല്ല. ഒരു വർഷം തൗബ ചെയ്ത് കഴിഞ്ഞാൽ നിർത്തിവെക്കലല്ല, മരണം വരെ അദ്ദേഹത്തിന് പേടിയാണ്. ഇതാവുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഉപമ എന്ന് ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്. സഹോദരങ്ങളെ, ഈ മൂന്ന് കാര്യമാവുന്നു നമ്മുടെ സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനം. അല്ലാതെ ജനങ്ങളൊക്കെ പറയുന്നത് പോലെ വെറും സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടൽ, അല്ലെങ്കിൽ വലിയ കുടുംബ മഹിമ, അല്ലെങ്കിൽ ധാരാളം മക്കളാകും, ഇതൊന്നുമല്ല. മറിച്ച് ഈ ഒരു കാര്യം ശുക്ർ ചെയ്യുന്ന, സബർ ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന അവസ്ഥയുണ്ടെങ്കിൽ സഹോദരങ്ങളെ സന്തോഷിച്ചോളൂ. ഈ ഒരു അവസ്ഥയിൽ തന്നെ മരണപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാതെ അള്ളാഹുവിനെ ധിക്കരിച്ച് ശുക്ർ ചെയ്യാതെ സബറുമില്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കുക, ഈ ഒരു അവസ്ഥയിൽ മരണപ്പെടുക എന്നുള്ളത് വളരെ മോശമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലൊരു അന്ത്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اصلح لنا ديننا الذي هو عصمة أمرنا، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين، وصل اللهم على نبينا محمد وعلى آله وصحبه أجمعين.